ഘട്ടമായി നെയ്തലക്കാവമ്മയുടെ തിടമ്പേറ്റി തെക്കേ ഗോപുരം തുറക്കാൻ എറണാകുളം ശിവകുമാർ യാത്രയാവുകയാണ്. എറണാകുളത്തപ്പൻ്റെ തിരുമുറ്റത്ത് നിന്നും തൃശ്ശൂരിലേക്കുള്ള യാത്രയപ്പാണ് ഇവിടെ നടക്കുന്നത്. എറണാകുളത്തെ ശിവക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് നിന്നും എറണാകുളം ശിവകുമാർ തൃശ്ശൂരിലെ പൂരനഗരിയിലേക്ക് പോവുകയാണ്. നെയ്തലക്കാവമ്മയുടെ തിടമ്പേറ്റി ആ ശിരസുയർത്തി പൂരപ്രേമികളെല്ലാം ആവേശത്തിലാക്കാൻ അങ്ങനെ ഈ ക്ഷേത്രമുറ്റത്ത് നിന്നും അവൻ പടിയിറങ്ങി തൃശ്ശൂരിലേക്ക് കടക്കുകയാണ്. എറണാകുളം മഹാദേവ ക്ഷേത്രത്തിലെ ഈ എറണാകുളം ശിവകുമാറിൻ്റെ ആരാധകരായിട്ടുള്ളവർ എല്ലാവരും കൂടി ചേർന്ന് ആർപ്പുവിളികളോടെ പുഷ്പവൃഷ്ടികളോടെ ഈ ശിവകുമാറിനെ പൂര നഗരിയിലേക്ക് യാത്രയാക്കുകയാണ്. തൻ്റെ 5-ാം വയസ്സിൽ ഈ എറണാകുളം ക്ഷേത്രമുറ്റത്തെത്തിയ ഈ ശിവകുമാറിന് ഒരു കഥ കൂടിയുണ്ട്. 5 വയസ്സുള്ളപ്പോഴാണ് ഭാസ്കരൻ എന്നു പേരായ ഒരു ഭക്തനാണ് ഈ ക്ഷേത്രത്തിൽ ഈ ആനയെ നടയിരുത്തുന്നത്. അതിനുശേഷം ഇവിടുത്തെ എല്ലാ മൃഗസ്നേഹികളുടെയും ഒക്കെ ഒരുപാട് ആരാധകരുള്ള ഒരു ആനയായി വളർന്നു വരികയും ഉത്സവപ്പറമ്പുകളുടെയും പൂരപ്പറമ്പുകളുടെയൊക്കെ ഒരു ആവേശമായി തന്നെ ഇന്ന് മാറി നിൽക്കുന്ന ഒരു ആനയാണിത്. ഈ ആനയെപ്പറ്റി പറഞ്ഞാൽ ആനകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അനിതര സാധാരണമായ ഒരു സ്വഭാവവിശേഷമുള്ള ഒരു ആന കൂടിയാണ്. ആർക്കും സമീപത്ത് ചെന്നാലും ഒരു രീതിയിലുമുള്ള അനുസരണക്കേടും കാണിക്കാത്ത ഒരു ആനയാണ്. ഇന്ന് ഇപ്പോൾ ഇവിടെ ഒരു ഉത്സവ സമാനമായ ഒരന്തരീക്ഷം തന്നെ കാണുന്നത് ഈ ആനകളെ സ്നേഹിക്കുന്ന ഈ പ്രദേശത്തെ ആളുകളുടെ ഒരു വികാരമാണ്. കഴിഞ്ഞ 6 വർഷക്കാലമായിട്ട് നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റി പൂരത്തിൻ്റെ വിളംബരം നടത്തി വരുന്ന ഒരു മഹനീയമായ ചടങ്ങാണ്. വളരെ കമനീയമായ ചടങ്ങിന് അതിന് നേതൃത്വം വഹിക്കുന്നത്, പൂര വിളംബരം നടത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഈ ശിവകുമാർ ആനയാണ്. സമസ്ത ജനവിഭാഗങ്ങളും ഈ ആനയെ സ്നേഹിക്കുന്ന ആളുകളെല്ലാം വന്ന് ഒരു ഉത്സവ സമാനമായ അന്തരീക്ഷം തന്നെ സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ മഹനീയമായ ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ളത്. എല്ലാവരുമായിട്ടും ഭയങ്കര താല്പര്യമുള്ള ഒരു ആന. ഇപ്പം ഞാൻ എടുക്കുകയാണെങ്കിൽ അവിടെയാണ് ആൾ കണ്ടോ. നമുക്കങ്ങനെ ആൾക്കാരെ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള അങ്ങനെയുള്ളൊരു പേടിയൊന്നും വേണ്ട. ആളിങ്ങനെ ഭയങ്കര ശാന്തമായിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുടെ സ്ഥലമാണ്. കുട്ടിക്കാലം മുതലല്ല ഇവിടെ പിന്നെ നമ്മുടെ ആവശ്യമില്ല. പൂരത്തിൻ്റെ തുടക്കം, അതുപോലെ പൂരപൂജാരം ചൊല്ലി പിരിയൽ ഒക്കെ ആളാണ്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് ശേഷം എറണാകുളം ശിവകുമാറാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ വിളംബരം മുതൽ ഉപചാരം വരെ ആ തൃശ്ശൂർ പൂരഭൂമിയിൽ ആനപ്രേമികളുടെ ഹരമായിട്ട് ഉണ്ടാകാറ്. വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.